കുരിശിൻ്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ്. സ്വന്തം കുരിശെടുക്കുക എന്നാൽ അനുതാപത്തിൻ്റെയും ആത്മപരിത്യാഗത്തിൻ്റെയും വഴികളിലൂടെ പോവുക എന്നതാണ്. ഇതായിരുന്നു വിശുദ്ധയുടെ ജീവിത വീക്ഷണം. 1891 ഇപ്പോൾ റോക്ല എന്ന് അറിയപ്പെടുന്ന പോളണ്ടിലെ ബ്രസാലുവിലെ ഒരു ഉന്നത യഹൂദ കുടുംബത്തിലായിരുന്നു വിശുദ്ധ തെരേസ ബെനഡിക്റ്റ ജനിച്ചത്. എഡിത്ത് സ്റ്റെയിൻ എന്നായിരുന്നു അവളുടെ ആദ്യകാല പേര്. പ്രമുഖ ജർമ്മൻ സർവകലാശാലകളിലുള്ള പഠനങ്ങൾ വഴി നേടിയ അഗാധമായ പാണ്ഡിത്യം മൂലം അറിയപ്പെടുന്ന ഒരു തത്വചിന്തകയായി വിശുദ്ധ മാറി. തൻ്റെ കൗമാരത്തിൽ തന്നെ യഹൂദമതത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച എഡിത്ത് ഗോട്ടിൻജൻ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയായിരിക്കെ വ്യക്തിപരമായ അനുഭവങ്ങളെയും ചേതനകളെയും ഘടനാപരമായി പഠിക്കുന്ന ഫിമെനോളജി എന്ന തത്വശാസ്ത്രശാഖയിൽ ആകൃഷ്ടയായി തീർന്നു. പ്രമുഖ ഫിമെനോളജിസ്റ്റ് ആയിരുന്ന എഡ്മണ്ട് ഹുസൈറ്റിൻ്റെ ശിഷ്യത്വത്തിൽ തെരേസ തൻ്റെ പഠനത്തിൽ പുരോഗമിക്കുകയും 1917 തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. 1915 പ്രശസ്തമായ ഗോട്ടിൻജൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ എഡിത്ത് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഒരു വർഷം ആസ്ട്രിയയിൽ നേഴ്സായി ജോലി ചെയ്തു. 1916 പാഠ്യരംഗത്തേക്ക് തിരിച്ചു വന്ന അവൾ ഫിനോമിനൻ ഓഫ് എമ്പതി എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഈ കാലയളവിൽ സന്യാസ സമർപ്പണ ചിന്ത അവളിൽ ആഴപ്പെടാൻ തുടങ്ങി. 1921 തൻ്റെ കൂട്ടുകാരെ സന്ദർശിക്കുന്നതിനിടയിൽ ഒരു രാത്രി 16-ാം നൂറ്റാണ്ടിലെ കർമ്മലീത്ത സന്യാസിനി അമ്മ ത്രേസ്യയുടെ ആത്മകഥ വായിക്കുകയും അതിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. 1922 ജനുവരി 1 എഡിത്ത് സ്റ്റെയിൻ മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗമായി. തൻ്റെ മതപരിവർത്തനത്തിന് ശേഷം ഉടൻ തന്നെ കർമ്മലീത്ത സഭയിൽ അംഗമാകാൻ ആഗ്രഹിച്ചെങ്കിലും 11 വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു ആത്യന്തികമായ തീരുമാനത്തിൽ എത്തിച്ചേരാൻ. ഇക്കാലയളവിൽ എഡിത്ത് ഒരു ഡൊമിനിക്കൻ സ്കൂളിൽ പഠിപ്പിക്കുകയും സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിരവധി പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു. 1931 തോമസ് അക്വീനാസിൻ്റെ പഠനങ്ങളെക്കുറിച്ച് പഠിക്കാൻ മാറ്റിവെച്ചു. 1932 യൂണിവേഴ്സിറ്റിയിൽ അധ്യാപനം തുടങ്ങി. 1933 നാസി ഭരണകൂടത്തിൻ്റെ ഉദയവും എഡിത്തിൻ്റെ യഹൂദ വംശീയതയും യൂണിവേഴ്സിറ്റിയിലെ അധ്യാപന രംഗത്തിന് അവസാനം കുറിച്ചു. കത്തോലിക്ക സഭയിലേക്കുള്ള മതപരിവർത്തനം എഡിത്തിൻ്റെ അമ്മയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. 1934 കർമ്മലീത്ത സഭയിൽ അംഗമാവുകയും കുരിശിൻ്റെ തെരേസ ബെനഡിക്റ്റ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുകയാണ് തൻ്റെ നിയോഗം എന്നവൾ തിരിച്ചറിഞ്ഞു. ജർമ്മനിയിലുള്ള യഹൂദരുടെ ദാരുണ വിധി അറിയാമായിരുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി എഡിത്ത് സ്റ്റെയിൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. 1939 വിശുദ്ധ കുരിശിൻ്റെ തെരേസ ബെനഡിക്റ്റ് ഇപ്രകാരം എഴുതി: എൻ്റെ ജീവിതവും മരണവും സ്വീകരിക്കണമേ എന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് അപേക്ഷിക്കുന്നു. അതുവഴി എൻ്റെ നാഥൻ എല്ലാ ജനങ്ങളാലും അംഗീകരിക്കപ്പെടുകയും അവിടുത്തെ രാജ്യത്വത്തിന് മഹത്വമുണ്ടാവുകയും ചെയ്യട്ടെ. അങ്ങനെ ജർമ്മനിയുടെ രക്ഷയും ലോകസമാധാനവും ഫലമണിയട്ടെ. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനെക്കുറിച്ചുള്ള തൻ്റെ അവസാന പുസ്തകം ദ സയൻസ് ഓഫ് ദ ക്രോസ് പൂർത്തിയാക്കിയതിന് ശേഷം തെരേസ ബെനഡിക്റ്റ് തൻ്റെ സ്വന്തം സഹോദരി സിസ്റ്റർ റോസിനോടും മറ്റ് സഹോദരിമാരോടുമൊപ്പം 1942 ആഗസ്റ്റ് 7 അറസ്റ്റ് ചെയ്യപ്പെട്ടു. നാസികളുടെ യഹൂദരോടുള്ള പെരുമാറ്റം വിമർശിച്ചുകൊണ്ട് ഡച്ച് മെത്രാന്മാർ ഇടയലേഖനം എഴുതിയതിൻ്റെ പ്രതികാര നടപടിയായിട്ടാണ് അറസ്റ്റ് നടന്നത്. 1942 ഓഗസ്റ്റ് 9 കുരിശിൻ്റെ തെരേസ ബെനഡിക്റ്റ് രക്തസാക്ഷിത്വം വരിച്ചു. 1948 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ
എഡിത്ത് സ്റ്റൈനെ വിശുദ്ധയും യൂറോപ്പിൻ്റെ സഹമധ്യസ്ഥയുമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിശുദ്ധ തെരേസയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. കുരിശിൻ്റെ വിശുദ്ധ തെരേസായെ, നിൻ്റെ ജീവിതവും മരണവും ക്രിസ്തുവിൻ്റെ കുരിശിനെ പിന്തുടരുവാൻ എനിക്ക് ശക്തി നൽകുന്നു. ആത്മപരിത്യാഗത്തിൻ്റെയും അനുതാപത്തിൻ്റെയും വഴികളിലൂടെ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് വളരുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.